ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വന്നതോടുകൂടി അർബുദ രോഗികളുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി ആളുകളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് ആമാശയ ക്യാൻസർ ആണ്. നമ്മുടെ അന്നനാളത്തിനെയും ചെറുകുടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബാഗ് പോലുള്ള സ്ട്രക്ചറാണ് സ്റ്റൊമക് അല്ലെങ്കിൽ ആമാശയം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം എത്തുന്നത്, അതിന്റെ മിക്സിങ് നടക്കുന്നത്, അതിന്റെ ദഹനം തുടങ്ങുന്നതൊക്കെ ഈ ഒരു സ്റ്റൊമക്കിലാണ് മെയിനായിട്ടും. അപ്പോ ഈ സ്റ്റൊമക്കിന് പല ആവരണങ്ങളുണ്ട്, ലെയറുകളുണ്ട്. അപ്പം ഈ ലെയറിൽ ഏറ്റവും ഇന്നർ ലെയറിനെയാണ് മ്യൂക്കസ് എന്ന് പറയുന്നത്. അപ്പൊ മ്യൂക്കസിലുള്ള കോശങ്ങൾക്കാണ് അർബുദം സംഭവിക്കാറ് കൂടുതലായിട്ടും. അപ്പൊ ആമാശയ ക്യാൻസർ ഉണ്ടാവുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാന കാരണം എച്ച് പൈലോറി ഇൻഫെക്ഷൻ ആണ്. ഹെലിക്കോബാക്ടർ പൈലോറി എന്നാണ് ഈ ഒരു ബാക്ടീരിയയുടെ പേര്. ഇത് സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ഒരു, നോർമലി എല്ലാവരുടെയും സ്റ്റൊമക്കിലുള്ള ഒരു ബാക്ടീരിയ ആണ്. ഇത് ഇൻഫെക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇൻഫെക്ഷൻ ഉള്ളവർക്ക് എല്ലാവർക്കും ക്യാൻസർ വന്നോളണമെന്നില്ല. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല, ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തില്ല, കാലാകാലങ്ങളായിട്ട് ഒരു ഇൻഫെക്ഷൻ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ക്യാൻസറിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് ആണ്. അതായത് നമ്മൾ ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ പുളിച്ചിതകട്ടൽ, നെഞ്ചരിച്ചൽ എന്നൊക്കെ പറയുന്ന രോഗം ക്രോണിക് ആയിട്ട് നിലനിൽക്കുന്ന ഒരാളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, പ്രത്യേകിച്ച് മൈദ, അതുപോലെ തന്നെ ഉപ്പിൽ പ്രിസർവ് ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ, ഇപ്പൊ ഉണക്കമീന് അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ നമ്മൾ ഉപ്പിൽ പ്രിസർവ് ചെയ്ത് അമിതമായിട്ട് ഉപ്പിട്ട് പ്രിസർവ് ചെയ്ത് വെക്കും അല്ലെ, അത് നിത്യവും കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സ്റ്റമക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അധികമായിട്ട് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക വഴി ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ഉപയോഗിച്ച എണ്ണ തന്നെ വീണ്ടും വീണ്ടും പാചകത്തിന് ഉപയോഗിക്കുന്നത് ക്യാൻസറിന് വഴിതെളിക്കും. ഇതുകൂടാതെ മദ്യപാനം, പുകവലി, ഇതെല്ലാം ക്യാൻസറിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ ദുശീലങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഒബേസിറ്റി, ഒരുപാട് തടി, പൊണ്ണത്തടി, നമ്മളുടെ ഒരു ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ പക്ക അല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ ഒരു ജനറ്റിക്സ്, പാരമ്പര്യമായിട്ട് ഈ ഒരു രോഗം വരാനുള്ള ചാൻസ് വളരെയേറെയാണ്. പിന്നെ അമിതമായിട്ട് സ്ട്രെസ്, ക്രോണിക് ആയിട്ട് വളരെ കാലങ്ങളോളം സ്ട്രെസ്, മാനസിക പിരിമുറുക്കം, ആൻസൈറ്റി, വിഷാദ രോഗമൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ക്യാൻസർ ഉണ്ടാവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിട്ടാണ് കാണിക്കാറ്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാൻസർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്യാൻസർ എവിടെയാണ് ഉള്ളത് എന്നനുസരിച്ച് ഇതിന്റെ ഒരു ലക്ഷണങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നനാളവും ആമാശയവും തമ്മിൽ ബന്ധിക്കുന്ന ആ ഒരു ജംഗ്ഷനിലാണ് ക്യാൻസർ എന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം ഇറക്കാനായിട്ടായിരിക്കും ബുദ്ധിമുട്ട്. തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറക്കുമ്പോൾ വേദന വരിക, അല്ലെങ്കിൽ തിരിച്ച് ഭക്ഷണം കയറി വരുന്നത് പോലെയുള്ള ഒരു തോന്നൽ വരിക ഒക്കെ തോന്നാം. വയറിനുള്ളിലാണ് ക്യാൻസർ എന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. കുറച്ച് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കിനും തന്നെ വയറ് നിറഞ്ഞതുപോലെയുള്ള ഒരു എഫക്റ്റ് വരിക. അതുകൂടാതെ പിന്നെ നമ്മളുടെ താഴേക്ക് ഒരു ചെറുകുടലിന്റെ ഭാഗത്തൊക്കെയാണ് ക്യാൻസർ എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിച്ച ഭക്ഷണം ദഹിക്കാതെ വരുന്നതായിരിക്കും മെയിനായിട്ടും ഉണ്ടാവുന്ന പ്രശ്നം. അപ്പൊ നമ്മൾ തലേ ദിവസമോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഒക്കെ കഴിച്ച ഭക്ഷണം ഒട്ടും ദഹിക്കാതെ പുറത്തേക്ക് ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ക്യാൻസറിന്റെ ലക്ഷണമാകാം. പിന്നെ നമ്മൾ പുളിച്ചതകെട്ടല്, എപ്പോഴും ഇങ്ങനെ പുളിച്ചതകെട്ടല്, ഗ്യാസ്ട്രിക് കംപ്ലൈൻസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, എന്തെല്ലാം മരുന്ന് കഴിച്ചിട്ടും ഒരു വ്യത്യാസം വരുന്നില്ല, നമ്മൾ ഡയറ്റ് മാറ്റിയിട്ടും ഒന്നും ഒരു ഫലവും കാണുന്നില്ല എന്നുണ്ടെങ്കിലും അതും ഒരു സംശയം, ക്യാൻസറിലേക്ക് സംശയം കൊണ്ടെത്തിക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ നമ്മളുടെ വെയിറ്റ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നു, തളർച്ച വരുന്നു, വിളർച്ച വരുന്നു, ഇതെല്ലാം ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം. പിന്നെ ബ്ലീഡിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ബ്ലീഡിങ് എന്ന് പറയുമ്പോൾ ഇത് രണ്ട് തരത്തിൽ സംഭവിക്കാം. രക്തം ഛർദ്ദിച്ചു പോകാം. അപ്പൊ ഈ ഒരു അൾസർ പോലെയുള്ള ഈ ഒരു ട്യൂമറിലൊക്കെ അൾസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതിൽ നിന്ന് ബ്ലഡ് വയറ്റിലെത്തി ആ ഒരു ബ്ലഡ് ഛർദ്ദിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഈ ബ്ലഡ് ദഹിച്ചിട്ട് നമ്മൾ മലത്തോടൊപ്പം മലവുമായിട്ട് മിക്സ് ചെയ്ത് മലം ടാർ കളറിൽ പോകുന്നത് അങ്ങനെയും കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റൊമക് ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇപ്പൊ 1-2 ദിവസം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒട്ടും പാനിക്കാവേണ്ട കാര്യമില്ല. വളരെ നാളായിട്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ടും ഈ ഒരു ലക്ഷണങ്ങളൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഒരു വിദഗ്ധനെ കണ്ട് ഒരു അഭിപ്രായം കൂടി, സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് നമുക്ക് എൻഡോസ്കോപ്പിയാണ് ചെയ്യേണ്ടത്.
അപ്പൊ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ക്യാമറ മൗത്തിൽ കൂടി വയറ്റിലേക്ക് കടത്തുക എന്നുള്ളതാണ്, കടത്തി വിട്ട് നോക്കുക. എന്തെങ്കിലും ട്യൂമർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് സെല്ല് കളക്ട് ചെയ്ത് അതായത് ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വളർച്ച ക്യാൻസറസ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ഗ്രോത്ത് എവിടെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് CT ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇത്തരത്തിൽ ഗുരുതരമായ ആമാശയ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം കൊണ്ടുവരിക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടുതലായിട്ട് നമുക്ക് ന്യൂട്രിയൻസ് തരുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അമിതമായിട്ട് വറുത്തതും കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ റെഡ് മീറ്റ് ഒഴിവാക്കുക. മദ്യപാനം, പുകവലി പോലെയുള്ള ദുശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് നോ പറയുക. പിന്നെ ധാരാളം പഴങ്ങൾ, പച്ചക്കറികളൊക്കെ കഴിക്കുക. ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻ B ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ഓറഞ്ച്, സിട്രസ് ഫ്രൂട്ട്സ്, നാരങ്ങ, നെല്ലിക്ക, അതുപോലെ തന്നെ ബെറീസ്, പലതരത്തിലുള്ള ബെറീസ്, ഇതെല്ലാം നമ്മളുടെ ഒരു ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ആന്റി ഓക്സിഡൻസിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ഇലക്കറികളൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ അമിതമായിട്ട് ടെൻഷൻ, ആൻസൈറ്റി, സ്ട്രെസ് ഇതൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് മെഡിറ്റേഷനോ യോഗയോ ഒക്കെ അഭ്യസിക്കുന്നതിന് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും ഈ ഒരു സ്ട്രെസ്, ആൻസൈറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കാറുണ്ട്. പിന്നെ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള ഒരു റേഷ്യോനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം അമിതമായിട്ട് പൊണ്ണത്തടി വെക്കാതിരിക്കാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ആമാശയ ക്യാൻസറിനെ പ്രതിരോധിക്കാം. മാത്രമല്ല ഹോമിയോപ്പതി മരുന്നുകളിലൂടെ ഇത്തരം ആമാശയ ക്യാൻസർ പോലെയുള്ള ഗുരുതരമായ രോഗങ്ങളുള്ളവർക്ക് ഒരു പാലിയേഷൻ കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ ആയുർദൈർഘ്യം കൂട്ടാനും ഒക്കെ സാധ്യമാണ്.